അത് വില്ലനാണോ? അജിത് കുമാർ. വെൽക്കം ബാക്ക് ടു JNJK. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തല അജിത്തിന്റെ വിടാമുയർച്ചയുടെ ടീസറാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം നമ്മൾ കുറെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണത്. കാരണം ഇതിന്റെ അപ്ഡേറ്റ് ഒക്കെ പ്രത്യേകിച്ച് നമ്മള് വിജയണ്ണന്റെ കുറെ പടങ്ങളൊക്കെ വരുന്ന സമയത്ത് വിജയണ്ണന്റെ എത്രയോ പടങ്ങൾ വന്നു പോയി. അതിന്റെ അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഓൾവേസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിന്റെ അപ്ഡേറ്റ് എപ്പോഴെങ്കിലും വരുമെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു അപ്ഡേറ്റ് ഇപ്പൊ വന്നിരിക്കുന്നു. പക്ഷെ സംഭവത്തിന്റെ കാസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മങ്കാത്ത വൈബ് അലോങ് വിത്ത് രണ്ടുപേരുണ്ട്. അപ്പൊ ഏകദേശം ഒരു ട്രയോ കോംബോ തന്നെ ഉണ്ട്. മങ്കാത്ത സെക്കൻഡ് പാർട്ട് പോലെ ഏകദേശം ഒരു വൈബ്. കാരണം ഇവര് മൂന്നുപേരല്ല ഇതിനകത്തൊരു എന്താ പറയാ ഒരു മെയിൻ ലീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതേ ഒരു വൈബ് തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവരെ ഗെയിൻ ഒന്നിക്കാൻ പോവാണ്. എത്ര വർഷങ്ങളായില്ല ശരിക്കും മങ്കാത്ത ഇറങ്ങിയിട്ട്. ആൻഡ് മകിഴ് തിരുമേനി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ഇതിന്റെ ഡയറക്ടർ എനിക്ക് അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. കാരണം നമുക്ക് കമന്റിൽ കുറെ സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ മൂവിന്റെ ടീച്ചർ എന്തായാലും നിങ്ങൾ റിയാക്ട് ചെയ്യണം. കാരണം ഡയറക്ടർ പ്ലസ് നമ്മളെ അനിരുദ്ധാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വെറൈറ്റി സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും കാണാനുള്ള എന്തൊക്കെയോ ഉണ്ട്. കാരണം നല്ല രീതിയിൽ റേഞ്ചിൽ പോകുന്നുണ്ട് വ്യൂസും കാര്യങ്ങളൊക്കെ. കാരണം യൂഷ്വലി നമ്മള് തലയുടെ ഇപ്പൊ ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ച് ഉണ്ട്. ആ ഒരു കഴിഞ്ഞ് അങ്ങോട്ട് നിക്കാറുണ്ട്. പക്ഷെ ഇത് സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ഇംഗ്ലീഷിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്രയും എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും. കാരണം അപ്ഡേറ്റ് ഒന്നും വന്നില്ലല്ലോ. എന്തൊക്കെയോ സംഭവം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കുമല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലൊക്കെ ഇറക്കണം എന്നുണ്ടെങ്കിൽ പാൻ ഇന്ത്യൻ മൂവിയൊക്കെയാണ്. പക്ഷെ എന്നാലും എന്താ പറയാ ഇംഗ്ലീഷിലൊക്കെ ഇറക്കാൻ വേൾഡ് ആണ് സംഭവം. റെഡി? അത് ആക്ഷൻ കിങ് ആണ്. അത് വില്ലനാണോ? അജിത് കുമാർ. ആ ലുക്ക് മതി. അല്ല ഇത് സാർ ആർമിയാണോ? മനസ്സിലായില്ല. രണ്ട് ലുക്ക് ഉണ്ടെന്നോ? അല്ല മകിഴ് തിരുമേനി. ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെന്നോ? അല്ല അനിരുദ്ധ്. റോഡ് മൂവി ഫീലാണ്. റോഡ് മൂവി ഫീലുള്ളത്. ഡയലോഗ്സ് ഒന്നും ഇല്ല കേട്ടോ. ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. Believe in yourself. ഓ കുറെ ആക്ഷൻ ഭയങ്കരമായിട്ട്. വോയിസ് പൊങ്കൽ വിക്ടറി. അതായത് വിക്ടറി എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം വിക്ടറി ആണ്. പൊങ്കലിൽ വിക്ടറി അടിക്കുന്നതാണ് ഉദ്ദേശിച്ചത്. അവസാനം പൊങ്കൽ 2025 ഡയലോഗ് ഇല്ല. ഡയലോഗ് ഒന്നും കാണിച്ചില്ല. ഇനിയിപ്പോ കാരണം എന്താ പറയുക, നമുക്കറിയാം അജിത് സാറിന്റെ പടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഡയലോഗ് മോഡുലേഷനും അല്ലെ അതൊന്നും കാണിച്ചില്ല. ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ ഉണ്ടായിരുന്നു കുറെ സാധനങ്ങൾ. അതുകൊണ്ടായിരിക്കും ഇംഗ്ലീഷിൽ ഇറക്കിയത് എനിക്ക് തോന്നി. കാരണം വെച്ചാല് ഫുൾ ആ ഒരു ഭയങ്കര വിഷ്വൽ എന്തൊക്കെ. അതായത് പുള്ളിക്കാരൻ ട്രിപ്പ് പോയ സമയത്ത് റോഡ് മൂവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഹണ്ട് ചെയ്യാൻ ആരുടെ ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരൻ തന്നെ അറിയാൻ പറ്റും. അവരെ ലൊക്കേഷൻ ഹണ്ട് ചെയ്യുന്ന ആൾക്കാരെക്കാളും കൂടുതൽ അറിയാൻ പറ്റും ലൊക്കേഷനൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ആ ഒരു സംഭവത്തിൽ എടുത്ത. പക്ഷെ സാധനം വിഷ്വൽ ട്രീറ്റ് ഉണ്ട് അല്ലെ. ആ ഒരു കാണിച്ച് പൊളി. ഏകദേശം മറ്റേ ലുക്കൊക്കെ ആ ഒരു സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് എന്താ പറയാ
അതാണ് ഇപ്പൊ ചേരുന്ന പുള്ളിക്ക്. എനിക്ക് തോന്നിയേക്കണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഒരു വിഷ്വൽ ട്രീറ്റും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൂടി വരുമ്പോ ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് നല്ലോണം ഉള്ള ഒരു സിനിമയാണ്. അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ തോന്നിയില്ല, ഡിഫറെന്റ് ആയിരുന്നു. വേറെ ആരോ ചെയ്ത പോലെ ഉണ്ടായിരുന്നു. അനിരുദ്ധ് തന്നെയാണ്. പക്ഷെ അനിരുദ്ധിന്റെ ഒരു വൈബ്, ഒരു മാറ്റം വേണ്ടേ? അനിരുദ്ധ് അല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഏകദേശം മറ്റേ പുഷ്പയിലെ മറ്റേ ഫീലിംഗ് സോങ് റിയാക്ട് ചെയ്തപ്പോ ഇത് അല്ലു അർജുൻ തന്നെയാണോ ഡാൻസ് കളിച്ചത് എന്ന് തോന്നിയ പോലെ ഏകദേശം ഒരു സംഭവമായിരുന്നു. കാരണം അന്തിന്റെ വൈബ് ഇതല്ലല്ലോ. പക്ഷെ അന്തിന്റെ വൈബ് ഇതിനകത്ത് ഇട്ടാല് മറ്റേ വേറെ ഏതൊരു പടത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മള് ഇതിനകത്ത് ദേവരേന്റെ ട്രെയിലർ ഒക്കെ കണ്ടപ്പോ നമ്മള് പറഞ്ഞു ഇത് വേറെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു ഫീൽ ഇട്ടില്ലേ, ഇത് അത് കിട്ടിയില്ല. സെയിം ഫീല് കിട്ടിയില്ല അധികം. നല്ല രസത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അവർ അവസാനം പറഞ്ഞൊരു സാധനം കണ്ടായിരുന്നില്ല, അതായത് പൊങ്കൽ വിക്ടറി എന്നുള്ള രീതിയിലാണ് ഏകദേശം പറഞ്ഞത്. എന്തൊക്കെയോ കാണാം അല്ലെങ്കിൽ എന്തൊക്കെയോ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ടീസറാണത്, ട്രെയിലർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ടും നമുക്കിങ്ങനെ ഊഹിക്കാൻ പറ്റുന്ന വെച്ചാല് അജിത് സാറിനെ ഫസ്റ്റ് കൊന്നു. ഇനി അർജുൻ സർജായ ഫസ്റ്റ് കാണിച്ചൊരു ഷോർട്ട് ഔട്ട് കാണിച്ചായിരുന്നു. ഇനി വേറെ ആരെങ്കിലും കൊന്നെന്നറിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷനിലോട്ടാണ് അജിത് സാർ വരുന്നത്. അങ്ങനെയാണല്ലോ മങ്കാതയിലൊക്കെ സംഭവിക്കുക, മരിച്ചവരെന്നെ തിരിച്ചും വരും. രണ്ടുപേരും കൂടി ആയിരിക്കും ഇതൊക്കെ എല്ലാം പ്ലാൻ ചെയ്തത്. അതാണ് അവസാനം. അത് വേറെ, അത് മങ്കാത പാർട്ട്. ആക്ഷൻ കിങ്ങിന്റെ എന്താ പറയാ സ്ക്രീൻ പ്രസൻസ്. അയ്യോ പറയാതിരിക്കുന്ന ഭേദമൊന്നല്ല, നമ്മളെന്താ പറയാ സംഭവം എന്ന് വെച്ചാൽ അങ്ങേര് ആ ഒരു ആക്ഷൻ കിങ് എന്നുള്ളൊരു സംഭവം എന്ന് പറയുന്ന പേരിനെ തന്നെ ഭയങ്കരമായിട്ട് ആ സ്ക്രീനിലൊക്കെ കാണിച്ചു തരും അല്ലെ. ആൾക്ക് ഇപ്പോഴും പോയിട്ടില്ല. അതായത് ആ ഒരു ഫേസിലുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് ഇപ്പം നമ്മള് ലിയോയില് വരുന്ന സമയത്ത് തന്നെ അർജുൻ സാർ വരുന്ന സമയത്ത് ഒരു വേറെ ഫീലാണ് അല്ലെ. അത് എന്ത് പറഞ്ഞാലേ, അപ്പൊ അതിന്റെ ആ ഒരു സംഭവം ഇപ്പോഴും ഉണ്ട്. ആള് ഈവൻ നമ്മളെ മലയാളത്തില് മരക്കാർ എന്ന് പറഞ്ഞ സിനിമേന്റെ അകത്ത് പോലും നമുക്ക് അർജുനെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ആ ഒരു ക്യാരക്ടർ സ്ക്രീൻ ലുക്ക് അല്ലേ പുള്ളിക്കാരൻ അല്ലേ. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ട് വന്ന് നിന്നാൽ അതിപ്പോ ഏത് ഭാഷയിൽ അഭിനയിച്ചാലും എന്തോ ഒരു ഭംഗിയുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ മുതൽവൻ കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ സമയത്തും ആ ഒരു ക്യാരക്ടർ അദ്ദേഹം കൊടുക്കുന്നത്, അതിപ്പോ റൊമാൻറ്റിക് ആണെങ്കിൽ റൊമാൻറ്റിക്, കട്ട പോറ്റെ പൊളിറ്റിക്കൽ സംഭവം വന്നാൽ പൊളിറ്റിക്കൽ, സീരിയസ് ആയാൽ സീരിയസ്, ഇല്ലേ, എല്ലാ മോഡും പോവും ആ ഫേസിനകത്ത്. അതുകൊണ്ടാണ് ജാക്ക് ഡാനിയൽ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ അത്ര വലിയ ഹിറ്റല്ലാത്ത പടത്തിൽ വരെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. ആ പടം ഇഷ്ടപ്പെടാൻ കാരണം ശരിക്കും അദ്ദേഹം തന്നെയാട്ടോ. കാരണം ആ പടത്തില് നമ്മൾ കുറെ സംഭവങ്ങളൊക്കെ പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അർജുൻ സർജ അദ്ദേഹം ആ ഒരു മൂവിയിൽ വന്ന സമയത്ത് എന്ന് വെച്ചാൽ അത് വേറൊരു റേഞ്ച് ആയി. ശരിക്കും അങ്ങേരുള്ളതുകൊണ്ടാണ് ശരിക്കും ആ പടത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇല്ല, ഇവൻ നമ്മള് മരക്കാരിൽ തന്നെ പറഞ്ഞിരുന്നില്ലേ, അതിന്റെ അകത്ത് മരിച്ചില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി കാണാൻ തോന്നുന്നുള്ള ഒരു ഫീൽ അങ്ങനത്തെ ഒരു. അപ്പൊ എന്താ അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ ഒരു കോംബോ ഓൾറെഡി ഹിറ്റ് ആണല്ലോ മങ്കാത്ത വഴിയിട്ട്. ട്രയോ കോംബോ തന്നെ വരുന്നുണ്ട്. ഏകദേശം രണ്ടുപേർക്കും വില്ലനാവാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് ഇപ്പൊ അജിസാനെ പുണ്യാളൊന്നും ആക്കണ്ട, മനസ്സിലായ എന്താ സ്വഭാവം എന്ന് കണ്ടറിയണം, അത്രേ ഉള്ളൂ. തലയുടെ വിളയാട്ടാണോ എന്താണെന്ന് കണ്ടറിയണം ഇപ്പൊ ട്രെയിലർ. കാരണം എനിക്ക് ഞാൻ മിസ് ചെയ്തെന്ന് അറിയോ, എന്തെങ്കിലും ഒരു വോയിസിലുള്ള ഒരു സാധനം. കാരണം അത് എപ്പോഴും ഒരു രസമാണ്. അജിത് സാറിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറച്ചും കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു വോയിസ് സംഭവങ്ങളൊക്കെ ഒരു ബാസ് സാധനം, ഒരു സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കാതിരിക്കും. ട്രെയിലറിൽ എന്തെങ്കിലും ഒക്കെ വേണ്ടേ. പിന്നെ ആൾക്ക് എങ്ങനെയാലും വോയിസ്, ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞിരുന്നില്ലേ, വേറൊരു ആക്ടർ ആവശ്യമില്ല അജിത് സാർ സിനിമയിൽ വരുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു ആ ഒരു ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും തോന്നുന്നു കുറച്ചും. അഗെയിൻ തൃഷ മാം ഇതിനകത്ത് മറ്റൊരു മങ്കാത്തയിലെ ഒരു അവസ്ഥ പോലെ ഇല്ലേ. തൃഷ മാം ആണോ ഇതിനകത്ത് തിരിച്ചു പണിയെടുക്കണമെന്ന് അറിയില്ല. അതുപോലെ അതുകൊണ്ട് കാരണം അതിനകത്താണെങ്കിൽ ഭയങ്കരമായിട്ടിട്ട് മുഞ്ചിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്ന് പറയുന്നത് തിരിച്ചു പണിയെടുക്കുന്ന ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കാണാം. ഇതിന്റെ സംഭവങ്ങളൊക്കെ ബാക്കി വരട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് പറ. അടുത്ത വീഡിയോയിലേക്ക് കാണാം.